നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റൂട്ടിലെ യാത്രാ ദുരിതം. ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ താലൂക്ക് സമിതിയിൽ വിമർശനം. കരാറുകാർക്കെതിരെ നിയമ നടപടി വേണമെന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും അംഗങ്ങൾ. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പ്രശ്നം വീണ്ടും സർക്കാരിനെ സമീപിക്കാൻ കൗൺസിലിൽ തീരുമാനം. 3 വർഷത്തിനു മുമ്പുള്ള കുടിശ്ശിക ഒഴിവാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. കൊപ്പത്ത് ക്ഷേത്രത്തിലും വീടുകളിലും നടന്ന മോഷണം. 6 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് 19-നും 22-നും ഇടയിലുള്ള സുഹൃത്തുക്കൾ. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ വാട്ടർ മീറ്റർ റീഡർമാരുടെ നിയമനത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ തർക്കം. നിലവിലുണ്ടായിരുന്നവരെ പിരിച്ചുവിട്ടത് നിയമവിരുദ്ധമെന്ന UDF. ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് LDF. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായത് പൊളിറ്റിക്കൽ സുനാമിയെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. പാർട്ടി നേതൃത്വത്തിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ സ്വന്തം അണികൾ നൽകിയ മറുപടിയാണ് ഇതിനേറ്റ തിരിച്ചടിയെന്നും മന്ത്രി. വീട്ടുവളപ്പിൽ നിന്നും മുറിച്ചുകൊണ്ടുപോയ ചന്ദനമരത്തിന് പണം ലഭിച്ചില്ലെന്ന അട്ടപ്പാടിയിലെ കർഷകന്റെ പരാതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഒമ്മല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA സതീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിലെ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് താലൂക്ക് സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. അപകടകരമായാണ് റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് അംഗങ്ങൾ ആരോപിച്ചു. യാത്രക്കാർക്കു പുറമെ പ്രദേശവാസികൾ കൂടി കടുത്ത ദുരിതമാണ് നേരിടുന്നതെന്ന് പ്രതിനിധികൾ വിശദീകരിച്ചു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ വിമർശനം ഉന്നയിച്ചത്. ചുരുക്കം തൊഴിലാളികളെ ഉപയോഗിച്ചാണ് പണികൾ നടക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നു. കരാറുകാർക്കെതിരെ നിയമ നടപടി വേണമെന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം പദ്ധതി വേഗം തീർക്കാൻ കരാർ കമ്പനിക്ക് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു KRFB ഉദ്യോഗസ്ഥന്റെ മറുപടി. താലൂക്ക് ആശുപത്രിയിൽ സായാഹ്ന OP നിർത്തിയതിനെയും HMC യോഗം 8 മാസമായി ചേരാത്തതിനെ ചൊല്ലിയും വിമർശനമുയർന്നു. യോഗത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ അധ്യക്ഷയായി. ചെർപ്പുളശ്ശേരി നഗരസഭാ അധ്യക്ഷ KT ജംസിയ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, തഹസിൽദാർ C സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് നഗരസഭ നികുതി കുടിശ്ശിക വിഷയത്തിൽ വീണ്ടും സർക്കാരിനെ സമീപിക്കാൻ കൗൺസിലിൽ തീരുമാനം. 3 വർഷത്തിൽ കൂടുതൽ കാലത്തെ കുടിശ്ശിക പിരിക്കാനാവില്ലെന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വിഷയം ചർച്ചയ്ക്ക് വന്നത്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ച കെട്ടിടമുടമയ്ക്ക് കുടിശ്ശിക ഒഴിവാക്കിയാൽ നഗരസഭയിലെ ജനങ്ങൾക്ക് തുല്യനീതി നിഷേധിക്കലാകുമെന്നും എല്ലാവർക്കും കുടിശ്ശിക ഒഴിവാക്കിയാൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാവുകയും ചെയ്യുമെന്ന് കൗൺസിലിൽ വിലയിരുത്തി. 2023 അന്ന് ഞാൻ വിയോജന എഴുതി സർക്കാരിലേക്ക് പോയി. സർക്കാർ അത് അംഗീകരിച്ചാണ് വന്നത്. നിലവിൽ ഇതൊരു കേസ് ആക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി സർക്കാരിലേക്ക് അയക്കാം. സർക്കാരിന് അനുകൂലമായിട്ട് വിധി തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. മണ്ണാർക്കാട് നഗരസഭയുടെ നികുതി കുടിശ്ശിക വിഷയം വീണ്ടും വിവാദത്തിലേക്ക് പോകുകയാണ്. നഗരസഭയായതിനു ശേഷം സമയാസമയത്ത് നികുതി പരിഷ്കരണം നടത്താത്തതിന്റെ അനന്തരഫലമാണ് നഗരസഭ നേരിടുന്നത്. 2016 മുതലുള്ള നികുതി കുടിശ്ശിക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ 2020 അധികാരത്തിലെത്തിയ ഭരണസമിതിയുടെ കാലത്താണ് ഡിമാൻഡ് നോട്ടീസ് നൽകിയത്. 3 വർഷത്തിന് മുൻപുള്ള നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെട്ടിടം ഉടമകൾ കോടതിയെ സമീപിച്ചു. ഇവർക്ക് അനുകൂല ഉത്തരവും ലഭിച്ചു. ഇതിനെതിരെ നഗരസഭ അപ്പീൽ പോയെങ്കിലും കേസ് തോറ്റു. ഏറ്റവും അവസാനം നിയാസ് ഉമ്മർ എന്നയാൾ കോടതിയെ സമീപിച്ചപ്പോൾ 3 വർഷത്തിന് മുൻപുള്ള നികുതി കുടിശ്ശിക പിരിക്കാൻ പാടില്ലെന്ന കോടതി വീണ്ടും ഉത്തരവ് നൽകി. ഇത്തരത്തിൽ ഡിമാൻഡ് നോട്ടീസ് അനുസരിച്ച് കുടിശ്ശിക അടച്ചവർക്ക് അടച്ച തുക മടക്കി നൽകേണ്ട സ്ഥിതിയാണ്. ഒരാൾക്ക് മാത്രം അടച്ച തുക തിരിച്ചു നൽകുന്നത് തുല്യനീതിയുടെ ലംഘനമാകുമെന്ന് കൗൺസിലർമാർ പറഞ്ഞു. ഈ പരസ്യം വന്ന ഉടനെ നമ്മൾ ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ 3 വർഷത്തെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ 3 വർഷത്തെ ഡിമാൻഡ് നോട്ടീസ് കൊടുത്ത് തൊട്ട് 3 വർഷത്തെ നികുതി മാത്രം വാങ്ങിയാൽ മതി തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇതിനകത്ത് തീരുമാനം എടുത്ത് സർക്കാരിലേക്ക് അയച്ചായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയും. ആ പ്രമേയം നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ട് അത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ 1 മാസത്തിനകത്ത് സർക്കാരിൽ നിന്ന് മറുപടി കിട്ടാത്തതിനാൽ ആ മറുപടി കിട്ടാത്ത സാഹചര്യത്തിൽ ആ റെസൊല്യൂഷൻ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള രൂപത്തിലാണ് പിന്നെ വന്ന ജഡ്ജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന സംവിധാനം പൂർണ്ണമായും മുഴുവൻ ആൾക്കാർക്കും കിട്ടുന്ന രൂപത്തിലേക്കുള്ള സംവിധാനത്തിൽ ഇനിയും നമ്മൾ പ്രമേയം പാസ്സാക്കി കൊടുക്കേണ്ടതുണ്ടോ എന്ന് സംശയമുള്ളത്. കാരണം കോടതി വിധി വ്യക്തമായിട്ട് പറയുന്നത് കാരണം ഈ 3 വർഷത്തിന് മുകളിൽ നമുക്ക് ഈടാക്കാൻ പാടില്ല എന്ന് നിയമം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് അടച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഡിമാൻഡ് നോട്ടീസ് പ്രകാരം 5-6 വർഷത്തെ നികുതി അടച്ച ആൾക്കാർ. അത്തരം ആൾക്കാർക്ക് അത് ക്ലെയിം ചെയ്താൽ കൊടുക്കാവുന്ന സൗകര്യം കൂടി ഇതിനകത്ത് ഭാഗമായിട്ട് കൊണ്ടുവരണമെന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ അതും കൂടി പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. എല്ലാവർക്കും തുക തിരിച്ചു നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും. ഈ സാഹചര്യത്തിലാണ് 3 വർഷത്തിന് മുൻപുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കാൻ സർക്കാരിനെ സമീപിക്കാൻ കൗൺസിൽ തീരുമാനിച്ചത്. കൂടാതെ കെട്ടിടം ഉടമകളുടെ യോഗം വിളിക്കാനും തീരുമാനമായി. ഇതേ ആവശ്യമുന്നയിച്ച് മുൻ സർക്കാരിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. നികുതി കുടിശ്ശിക വിഷയത്തിൽ നഗരസഭ അപ്പീൽ പോയ കേസിലെ വക്കീൽ ഫീസ് നൽകുന്നത് സംബന്ധിച്ച അജണ്ട അടുത്ത യോഗത്തിൽ പരിഗണിക്കാനും തീരുമാനമായി. നഗരസഭാ അധ്യക്ഷ കെ സജന അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ഓർഡർ വേണം, ഗവൺമെന്റ് അംഗീകാരം ഇല്ലാതെ പറ്റില്ല. കാരണം ഇത് ബിൽഡിംഗ് ഒരു മിനിറ്റ് പറയുന്നത് കേൾക്കുമോ, നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. ഗവൺമെന്റ് പഴയ തീരുമാനത്തിന് മറികടന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോയത്. ബിൽഡിംഗ് ഓണേഴ്സുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഗവൺമെന്റ് സർവകക്ഷി യോഗം പോയത്. ആ സർവകക്ഷി യോഗം പോയപ്പോൾ അന്നത്തെ മന്ത്രി പറഞ്ഞത് പഴയ ഭരണസമിതിയുടെ പിടിപ്പുകേടാണ്, അതുകൊണ്ടാണ് അത് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് ഞങ്ങൾ കേട്ട ആൾക്കാരാണ്. എന്നിട്ട് അപ്പം തന്നെ 21% മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കിട്ടേണ്ടത് വെട്ടിച്ചുരുക്കുകയും ചെയ്തു. വേണമെങ്കിൽ പിരിച്ചുണ്ടാക്കി വികസനം നടത്തിക്കോളി എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് അന്ന് അവർ അനുവാദം തന്നില്ല. ഇനിയും നമുക്ക് അനുവാദം കിട്ടണം. നമ്മൾ ഈ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഓണേഴ്സ് പറയും, എന്താ പറയുക, അവർക്ക് ഈ ആനുകൂല്യം കിട്ടണമെന്ന് പറയും. 3 വർഷത്തെ പിരിക്കാൻ പാടുള്ളൂ പറയും. ആ 3 വർഷത്തെ പിരിക്കാൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ ആ 3 വർഷത്തെ പിരിക്കാൻ സാധിക്കണമെങ്കിൽ ഗവൺമെന്റ് ഓർഡർ വേണം. ആ ഗവൺമെന്റിലേക്ക് നമ്മൾ ശുപാർശ ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ ഈ കൗൺസില് ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യാനേ പറ്റുള്ളൂ. അന്ന് അല്ല, അതിന് ഒരു നിവൃത്തിയല്ലോ. കാരണം കൊപ്പം കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലും സമീപത്തെ വീടുകളിലും നടന്ന മോഷണത്തിൽ 6 യുവാക്കൾ അറസ്റ്റിൽ. മോഷണം നടത്തിയ പാത്രങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഘം വലയിലായത്. 19നും 22നും ഇടയിൽ പ്രായമുള്ളവരാണ് പിടിയിൽ ആയവർ എല്ലാവരും. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് കൊപ്പം കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലും വിവിധ വീടുകളിലുമായി മോഷണം നടന്നത്. ചെമ്പുപാത്രങ്ങൾ, ഉരുളി, നിലവിളക്കുകൾ എന്നിവയാണ് മോഷണം പോയിരുന്നത്. സംഭവത്തിൽ കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. മോഷ്ടിച്ച പാത്രങ്ങൾ കഴിഞ്ഞ ദിവസം തൃത്താലയിലെ ഒരു കടയിൽ പ്രതികൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നി കടയുടമ തൃത്താല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് തൃത്താല പോലീസിന്റെ സഹകരണത്തോടെ കൊപ്പം പോലീസ് എത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. പട്ടിത്തറ തലക്കശ്ശേരി സ്വദേശി നവദത്ത് 20 വയസ്സ്, ആലൂർ സ്വദേശി ആദിത്യൻ 21 വയസ്സ്, കരിങ്ങനാട് വിളയൂർ സ്വദേശി വൈഷ്ണവ് 20 വയസ്സ്, ആലൂർ സ്വദേശി മുഹമ്മദ് ഷിബിൽ 20 വയസ്സ്, ആലൂർ സ്വദേശി അശ്വിൻ 22 വയസ്സ്, തൃത്താല ആരോട് സ്വദേശി ശ്രീഹരി 19 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഒരുമിച്ച് പഠിച്ചവരും സുഹൃത്തുക്കളുമാണെന്നും തൃത്താല പട്ടിത്തറ മേഖലകളിലും വിളത്തൂർ ചെമ്പ്രയിലും ഇവർ മോഷണം നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മറ്റ് കേസുകളിൽ ഇവർ പ്രതികളായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കാറിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതായിരുന്നു പ്രതികളുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. SI-മാരായ അനന്തകൃഷ്ണൻ, നന്ദകുമാർ, ASI മണി, SCPO മുരുകൻ, സതി, SCPO മുരുകൻ, രതീഷ്, ശ്രീജിത്ത്, ശിവദാസൻ, CPA ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പരിസര പ്രദേശങ്ങളിലും നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ തൃത്താല പോലീസിൻ്റെയും കൊപ്പം പോലീസിൻ്റെയും സഹായത്തിൽ പിടിച്ചിട്ടുണ്ട്. അവർ കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പരിധിയിൽപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിലും ചില വീടുകളിൽ നിന്ന് അടയ്ക്കാമോഷണവും എല്ലാം നടത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എല്ലാവരും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അവരുടെ കൂടുതൽ വിശദ വിവരങ്ങൾ അന്വേഷിച്ച് വരുന്നു. കരിങ്ങനാട് കൊപ്പം വിളയൂർ കരിങ്ങനാടുള്ള കരിപ്പമണ്ണ ക്ഷേത്രത്തിലെ ഓട്ടുരുളികളും മറ്റു പാത്രങ്ങളൊക്കെ എടുത്തതായിട്ട് അവർ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ചെമ്പ്ര ഭാഗങ്ങളിലെ ചില വീടുകളിൽ നിന്ന് അടയ്ക്ക മോഷണം നടത്തി വിവിധ സ്ഥലങ്ങളിൽ കൊണ്ട് വിൽപ്പന നടത്തിയിട്ടുള്ളതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ചെമ്പ്രയിലെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് ഈ പാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ മോഷണം നടത്തി വിറ്റതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ. തിരുവാഴിയോട് കഞ്ചാവുമായി 2 പേർ ശ്രീകൃഷ്ണപുരം പോലീസിന്റെ പിടിയിൽ. കുറുവട്ടൂർ, മണ്ണമ്പറ്റ സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം പോലീസ് നടത്തിയ പരിശോധനയിൽ തിരുവാഴിയോട് സെന്റർ പരിസരത്ത് നിന്നുമാണ് 1.5 കിലോയോളം കഞ്ചാവുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറുവട്ടൂർ കുണ്ടുള്ളിപ്പറമ്പ് പച്ചേരി വീട്ടിൽ രാഹുൽ, മണ്ണമ്പറ്റ മലപ്പുറം തൊടി വീട്ടിൽ നിതിൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 1 കിലോ 170 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. പ്രദേശത്ത് ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങളെ കണ്ടെത്താൻ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു.
ഇടതുപക്ഷം ഭരിക്കുന്ന കുമരംപുത്തൂർ പഞ്ചായത്തിൽ വാട്ടർ മീറ്റർ റീഡർമാരെ നിയമിക്കുന്നതിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. നിലവിലുണ്ടായിരുന്ന മീറ്റർ റീഡർമാരെ പിരിച്ചുവിട്ടത് നിയമവിരുദ്ധമായാണെന്ന് UDF. ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇടതുപക്ഷം. UDF ഭരണസമിതി 18 വാർഡുകൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീ മുഖേന മീറ്റർ റീഡർമാരെ നിയമിച്ചിരുന്നു. എന്നാൽ LDF അധികാരത്തിൽ വന്നയുടൻ നിലവിലുണ്ടായിരുന്നവരെ പിരിച്ചുവിടുകയായിരുന്നു. UDF നിയമിച്ച മീറ്റർ റീഡർമാരുടെ കാലാവധി തീരുന്നതിന് മുൻപാണ് ഇവരെ പിരിച്ചുവിട്ടതെന്ന് UDF ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുടുംബശ്രീ ജില്ലാ മിഷനും സംസ്ഥാന മിഷനും പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ച് കുടുംബശ്രീ മിഷനിൽ നിന്ന് നൽകിയ കത്തുകൾക്ക് മറുപടി നൽകാൻ പോലും ഭരണസമിതി തയ്യാറായില്ല. നിയമവിരുദ്ധമായി മീറ്റർ റീഡർമാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. കുടുംബശ്രീയിൽ ഉൾപ്പെട്ട 15 അംഗങ്ങളായിരുന്നു മീറ്റർ റീഡിംഗ് നടത്തിയത്. അവരുടെ നിയമനത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങളുണ്ട്. 4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ നിയമപരമായ പിരിച്ചുവിടലല്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ, ജില്ലാ കളക്ടർക്കൊക്കെ പരാതി കൊടുത്തു. ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇതിൻ്റെ പോസ്റ്റുകളും ഇതിൻ്റെ നോട്ടീസുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന് ഒരു തീരുമാനം എടുക്കാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, സെക്രട്ടറി നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനത്തെ ബന്ധപ്പെട്ട ഫയലുകളോ ഈ തീരുമാനങ്ങളൊന്നും സെക്രട്ടറി കണ്ടിട്ടില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഒരു ഉദ്യോഗാർത്ഥികൾ എടുക്കുമ്പോൾ കുടുംബശ്രീയിൽ നിന്നുമാണ് വനിതകൾ എടുക്കാൻ മീറ്റർ റീഡർമാരെ തീരുമാനിക്കുമ്പോൾ ഭരണസമിതിയുടെ തീരുമാനം കുടുംബശ്രീക്ക് കൊടുക്കണം. കുടുംബശ്രീ അപ്ലിക്കേഷൻ കാൾ ഫോർ ചെയ്യണം. എന്ന് വെച്ചാൽ കുമരംപുത്തൂരിലെ ബന്ധപ്പെട്ട കുടുംബശ്രീ യൂണിറ്റുകളെ അറിയിക്കണം. അപേക്ഷകൾ ഇവിടെ വരും. അതിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്തണം. എത്ര ആളുകളാണെങ്കിൽ അത് തീരുമാനിച്ച് CDS തീരുമാനം വെച്ചിട്ട് പഞ്ചായത്ത് ഭരണസമിതി കൊടുക്കണം. ആ നടപടിക്രമങ്ങളൊന്നും ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് മിനിറ്റ്സ് ചോദിച്ചാൽ അറിയാൻ കഴിയും. കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ വരെ മെമ്പർമാരോട് നിന്റെ വാർഡിലേക്ക് ഒരാളെ തരാം, എൻ്റെ വാർഡിലേക്ക് ഒരാളെ തരാം എന്ന് പറഞ്ഞതൊക്കെ ഒരു പ്രഹസനം മാത്രം. എന്നോ എടുത്തൊരു തീരുമാനത്തിൻ്റെ മിനിറ്റ്സിൻ്റെ കോപ്പിയിലുള്ള 21 ആളുകളെയാണ് ഇവിടെ എഗ്രിമെൻറ്റ് വെക്കാൻ പോകുന്നത്. തികച്ചും രാഷ്ട്രീയപരമായിട്ട്. അത് നിങ്ങൾക്ക് ആ ഓഫീസിൻ്റെ അകത്തേക്ക് പോയി വീഡിയോ എടുത്താൽ കാണാൻ കഴിയും. ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ അകത്ത് എഗ്രിമെൻറ്റ് വെക്കുന്നത്. നിങ്ങൾക്ക് സെക്രട്ടറിയോട് പോയി ചോദിച്ചാൽ അറിയാം. സെക്രട്ടറി ഇങ്ങനത്തെ പിരിച്ചുവിട്ടതോ ഇവിടുത്തെ ആളുകളില്ലാത്തതോ നിയമങ്ങളൊന്നും കണ്ടിട്ടില്ല. 7 മാസക്കാലമായി ഇനിയും എഗ്രിമെൻറ്റ് മാറ്റി നിൽക്കുന്ന കുട്ടികളെ ഇവിടുന്ന് മാറ്റി നിർത്തപ്പെട്ട് ആളുകളുടെ മീറ്റർ റീഡിംഗ് എടുക്കാത്ത നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായ പരിപാടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേസമയം കുടുംബശ്രീ മുഖേനയാണ് നിയമനം നടത്തിയതെന്നും മറിച്ചുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും LDF പ്രതികരിച്ചു. UDF നിയമിച്ച മീറ്റർ റീഡർമാർ ലക്ഷങ്ങൾ കുടിശ്ശികയാക്കിയിരുന്നു. വെള്ളക്കരം കൃത്യമായി പിരിക്കാനാണ് പുതിയ റീഡർമാരെ നിയമിച്ചതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ഈ 72 ലക്ഷം രൂപ ഇവിടെ കുടിശ്ശികയായതിന് ഈ കുമരംപുത്തൂരിലെ സാധാരണ ജനം ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഉത്തരവാദികളല്ല. കൃത്യമായി പിരിച്ചെടുക്കുന്നതിൽ ആളുകളെ ചുമതലപ്പെടുത്തുന്നതിലും കാണിച്ചിട്ടുള്ള വലിയ വീഴ്ചകൾ രാഷ്ട്രീയ നിറം നോക്കി രാഷ്ട്രീയ മാനദണ്ഡമാക്കി പഞ്ചായത്തിനെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ദുരന്ത ഫലമാണ് 72 ലക്ഷം രൂപ. ഇതിൽ മാറ്റം വരുത്തണം എന്നീ ഭരണസമിതി തീരുമാനിച്ചു. ഈ എല്ലാ പ്രൊസീജറും പാലിച്ച് കുടുംബശ്രീ വഴി 21 ആളുകളെ സെലക്ട് ചെയ്തു. 3 മാസമായി നിരന്തരം ഈ ആളുകളെ പോസ്റ്റ് ചെയ്യുന്നതിനെതിരായി ഇവിടെ ഓരോ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, ഉദ്യോഗസ്ഥന്മാരെ വന്ന് പ്രതിസന്ധിയിലാക്കുക. 3 മാസമായിട്ട് അത് നീണ്ടുപോയി. ഇന്ന് ആ തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കിയതിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. 21 വാർഡുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, ആ 21 ആളുകൾ ഇപ്പോൾ ഈ പഞ്ചായത്തിനകത്തുണ്ട്. നിങ്ങൾ അവരോടൊന്ന് പോയിട്ട് അവരുടെ രാഷ്ട്രീയം ചോദിക്കൂ. അതിൽ ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. ഈ രാഷ്ട്രീയമല്ല നിയോഗിക്കാനുള്ള മാനദണ്ഡം. കുടുംബശ്രീ രംഗത്ത് നല്ല മികവ് പുലർത്തിയിട്ടുള്ള ഊർജ്ജസ്വലതയുള്ള ഈ ദൗത്യം അവരെ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയും എന്ന് ബോധ്യമുള്ള ആളുകളെയാണ് അത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നിലവിലെ ഇടത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം വെള്ളക്കരം പിരിച്ചിരുന്നില്ല. മീറ്റർ റീഡർമാരുടെ നിയമനം നടക്കാത്തതായിരുന്നു പ്രതിസന്ധി. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. UDF നേതാക്കളായ അർസൽ എരിരത്ത്, അസീസ് പച്ചീരി, സഹദ് അരിയൂർ, ആഷിഖ് വറോടൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് K സ്മിത, CPM ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി, G സുരേഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് LDF പ്രതിരോധം തീർത്തത്. മണ്ണാർക്കാട് വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപ്പകൽ യുവാവിന്റെ ഗുണ്ടാ വിളയാട്ടം. ആശുപത്രിപ്പടിയിലെ കൈരളി ജ്വല്ലറിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത്. യുവാവ് ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയം.
ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജ്വല്ലറിയിലെ സ്വൈപ്പിംഗ് മെഷീനിൽ നിന്ന് പണം നൽകണം എന്ന് പറഞ്ഞത് നിരസിച്ചതോടെയാണ് തന്റെ നേർക്ക് ആക്രമണം നടത്തിയതെന്ന് ജീവനക്കാരൻ പറഞ്ഞു. ഒരു ജീവനക്കാരൻ മാത്രമാണ് കടയിലുണ്ടായിരുന്നത്. ജീവനക്കാരനെ ആക്രമിക്കുമ്പോൾ യുവാവിനൊപ്പമുണ്ടായിരുന്നയാൾ ജ്വല്ലറിയുടെ വാതിൽ അടച്ചുപിടിച്ചതോടെ സമീപക്കടക്കാർക്ക് അകത്ത് കയറാൻ നിവൃത്തിയില്ലാതായി. ആക്രമണത്തിൽ പരിക്കേറ്റ വിനോദിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണാർക്കാട് പോലീസ് വിനോദിന്റെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജ്വല്ലറിയിലെ ഫർണിച്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ആക്രമിക്കുന്നത് CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായത് പൊളിറ്റിക്കൽ സുനാമി. നേതൃത്വത്തിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും അണികൾ തിരുത്തിയതിന്റെ ഫലമാണ് ഈ തിരഞ്ഞെടുപ്പിൽ UDF-ൽ ഉണ്ടായ ഉജ്ജ്വല വിജയമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ ചെർപ്പുളശ്ശേരിയിൽ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കുള്ള മറുപടിയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും തൃക്കരിപ്പൂരിലും ഉൾപ്പെടെ ഉണ്ടായത് പൊളിറ്റിക്കൽ സുനാമിയാണ്. നേതൃത്വത്തിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും അണികൾ നൽകിയ മറുപടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ തകർച്ച. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ് VD സതീശന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നതെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞെന്നും പൊതുവിദ്യാഭ്യാസ, ന്യൂനപക്ഷക്ഷേമ, ഹജ്ജ് തീർത്ഥാടന, സാക്ഷരതാ പ്രസ്ഥാനം വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് വന്നു, ഒരു പുതിയ ബഡ്ജറ്റ് വന്നു. കേരളത്തിൽ വലിയ പ്രതീക്ഷകളുണ്ട്. സ്ഥിരം ഒരു ഏർപ്പാട് എന്നതിനപ്പുറം സാധാരണ ഒരു നടപടിക്രമമാണ് ബഡ്ജറ്റെങ്കിൽ ഇത്തവണത്തെ ബഡ്ജറ്റ് കേരളീയത്തിന് പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റാണ്. പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, വികസനത്തിന്റെ പുതിയ വാതായനങ്ങൾ കേരളീയ സമൂഹത്തിന് മുമ്പിൽ, കേരളം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചതാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മോശമായ പ്രയോഗങ്ങൾ അന്നത്തെ ഭരണകർത്താക്കൾ അവർക്ക് നടത്തി. എന്നാൽ ഈ ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഏറ്റവും വലിയ ആവശ്യം 1000 രൂപ വർദ്ധിപ്പിക്കാനാണ് പോലും കഴിഞ്ഞ ഗവൺമെന്റ് തയ്യാറായില്ല. 3000 രൂപ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധികളിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ. ഒരു 3000 രൂപ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അംഗനവാടി വർക്കർമാർക്ക്, പാചക തൊഴിലാളികൾക്ക്, അങ്ങനെ സമൂഹത്തിന്റെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെന്റാണ് VD സതീശൻ സർക്കാരെന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചു. ചെർപ്പുളശ്ശേരിയിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവിധ പോഷക സംഘടനകളുടെയും പഞ്ചായത്ത്, മുനിസിപ്പൽ കമ്മിറ്റികളുടെയും പ്രതിനിധികൾ മന്ത്രിക്ക് ഹാരാർപ്പണം നടത്തി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ മന്ത്രിയെ കാണാൻ നിവേദനവുമായി എത്തിയിരുന്നു. വീട്ടുവളപ്പിൽ നിന്നും മുറിച്ചുകൊണ്ടുപോയ ചന്ദനമരത്തിന് പണം ലഭിച്ചില്ലെന്ന് അട്ടപ്പാടിയിലെ കർഷകന്റെ പരാതി. വനംവകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഒമ്മല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ VA സതീഷിനെ സസ്പെൻഡ് ചെയ്തു. അട്ടപ്പാടിയിലെ കർഷകൻ ബെന്നിക്ക് 1 വർഷമായിട്ടും ചന്ദനത്തടിയുടെ വില നൽകാത്തത് ഉദ്യോഗസ്ഥന്റെ വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. വെള്ളിയാഴ്ച ഉച്ചയോടെ ബെന്നി മണ്ണാർക്കാട് DFO ഓഫീസിനു മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. 1 മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് DFO നൽകിയ ഉറപ്പിലാണ് ബെന്നി പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രഥമ CK കുഞ്ഞാലൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദന് സമർപ്പിച്ചു. മന്ത്രി N. ഷംസുദ്ദീൻ പുരസ്കാരം സമ്മാനിച്ചു. മുസ്ലിം ലീഗ് ഷൊർണൂർ നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റും ജനപ്രതിനിധിയും കലാകാരനുമായിരുന്ന CK കുഞ്ഞാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഷൊർണൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദന് സമർപ്പിച്ചത്. 75,000-ലധികം വേദികളിൽ സോപാന സംഗീതം അവതരിപ്പിച്ച് കേരളത്തിനകത്തും പുറത്തും പ്രശസ്തി നേടിയ കലാകാരനാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ.
ചെർപ്പുളശ്ശേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ പുരസ്കാരം സമർപ്പിച്ചു. കലാപ്രചരണം നടത്തി ഈ കലയ്ക്ക് ക്ഷേത്രങ്ങൾക്ക് പുറത്ത് വിപുലമായ അറിവുകളും സാധ്യതകളും സൃഷ്ടിച്ചു. പ്രിയപ്പെട്ട CK, വളർന്നുവരുന്ന യുവതലമുറ പാഠമാക്കേണ്ട ഒരു തുറന്ന പുസ്തകം പോലെ. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ KKA അസീസ് പുരസ്കാര പ്രഖ്യാപനം നടത്തി. ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് P അബ്ദുറഹ്മാൻ ചളവറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NK ബഷീർ, ട്രഷറർ രായൻ കിഴിശ്ശേരി, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മാസ്റ്റർ, നിയോജക മണ്ഡലം UDF ചെയർമാൻ T ഹരിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുമ്പ് പല സംസ്ഥാനങ്ങളിലും ബംഗാളിലടക്കം ഒക്കെ ഭരണകക്ഷിയായിട്ടുണ്ടെങ്കിൽ ഒരേ സമയത്ത് 2 സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന ഇന്ത്യ രാജ്യത്തെ 4 രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഭരണം കൈയാളുന്ന 4 രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ആ അസുലഭ മുഹൂർത്തത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് നമ്മളിവിടെ സ്വീകരണം നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാർ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് കാണുവാനും ആസ്വദിക്കുവാനും ആഹ്ലാദിക്കുവാനും കഴിയാത്തൊരു സൗഭാഗ്യം പടച്ച തമ്പുരാൻ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ജില്ലയിൽ നിന്ന് ഒരു മുസ്ലിം ലീഗ് മന്ത്രി ഉണ്ടാകുന്നത്. അത് ഈ ചരിത്രത്തിന്റെ ഒരു നിയോഗമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്, ലീഗ് നേതാക്കന്മാരുമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരേ സമയത്ത് 2 മന്ത്രിമാരുണ്ടാകുന്ന ആദ്യത്തെ സന്ദർഭമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭം എന്നുള്ളതും ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യ നീക്കത്തിൽ ഗുരുതര വീഴ്ച. വേർതിരിക്കാതെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയ മാലിന്യത്തിൽ ഉപയോഗിച്ച സിറിഞ്ച് ഉൾപ്പെടെ കണ്ടെത്തിയതിന് പിന്നാലെ ആശുപത്രിക്ക് 10,000 രൂപ പിഴ ചുമത്തി നഗരസഭ. കടലാസ് പെട്ടികളും മരുന്നുകളുടെ കുറിപ്പടികളും ഗുളികകളുടെ പാക്കറ്റുകളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ ചട്ടപ്രകാരം കൈമാറാവുന്ന അജൈവ മാലിന്യങ്ങൾക്കൊപ്പമാണ് ഉപയോഗിച്ച സിറിഞ്ചും മുറിവ് കെട്ടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന തുണിയും പഞ്ഞിയും ഉൾപ്പെടെ കണ്ടെത്തിയത്. ഇതിനു പുറമെ ഭക്ഷ്യാവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. വിവരം ഹരിതകർമ്മസേന അംഗങ്ങൾ നഗരസഭയെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ മാലിന്യങ്ങൾ വേർതിരിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് പിഴ ചുമത്തിയത്. ചട്ടപ്രകാരമുള്ള അജൈവ മാലിന്യങ്ങൾ മാത്രമേ കൈമാറാവൂ എന്ന് നേരത്തെ പലതവണ ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നതാണെന്ന് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. മാലിന്യത്തിനൊപ്പം ഉപയോഗിച്ച സിറിഞ്ചും മുറിവ് കെട്ടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന തുണിയും പഞ്ഞിയും ഉണ്ടായിരുന്നെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. അതേസമയം ഗുരുതരമായ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഒന്നും കൂട്ടത്തിലില്ലെന്നും ആശുപത്രിയിലെ ബിന്നുകളിൽ പൊതുജനങ്ങൾ ഉപേക്ഷിച്ച തുണിയും മറ്റുമാകാം ലഭിച്ചതെന്നും സൂപ്രണ്ട് അറിയിച്ചു. മാലിന്യങ്ങൾ വേർതിരിക്കുന്ന നടപടി കാര്യക്ഷമമാക്കാൻ ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിൽ സഹോദരങ്ങളുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും മുറ്റവും തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. വീടുകളും അപകട ഭീഷണിയിലായി. എടത്തനാട്ടുകര അണ്ടിക്കുണ്ട് സ്വദേശികളായ മറ്റത്തൂർ വീട്ടിൽ ഫസലുർ റഹ്മാൻ, സഹോദരൻ അൻവർ എന്നിവരുടെ വീടാണ് അപകടാവസ്ഥയിൽ ആയത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് മറ്റത്തൂർ ഫസലുർ റഹ്മാൻ, സഹോദരൻ അൻവർ എന്നിവരുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും മുറ്റവും പുളിയം തോട്ടിലേക്ക് പതിച്ചത്. 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ ഇരുവീടുകളുടെയും മുറ്റം ഉൾപ്പെടെ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. 2 വർഷം മുന്നേയാണ് ഫസലുർ റഹ്മാൻ വീട്ടിലേക്ക് താമസം മാറിയത്. സഹോദരൻ അൻവറിന്റെ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വീട് അപകടാവസ്ഥയിലായതോടെ ഫസലുർ റഹ്മാനെയും കുടുംബത്തെയും മാറ്റി പാർപ്പിച്ചു. പുലർച്ചെ 4ഓടെ വലിയൊരു ശബ്ദത്തോടെയാണ് മതിലും മുറ്റവും തോട്ടിലേക്ക് പതിച്ചതെന്ന് ഫസലുർ റഹ്മാൻ പറഞ്ഞു. സൗണ്ട് കേട്ട് അപ്പം നീച്ചു നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. ഫുള്ള് ഇടിഞ്ഞത് കണ്ടത്. രാവിലെ ബാങ്ക് കൊടുത്ത ടൈമിലാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോഴാണ് എല്ലാവരും അത് കണ്ടത്. കുട്ടികളെ പിന്നെ മേലേക്ക് പോയി
അതെ അതെ, താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഭാഗം ഇടിയാതിരിക്കാൻ മുറ്റവും സംരക്ഷണ ഭിത്തിയും ടാർപ്പായ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ പടുകൊണ്ടിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. കുടുംബങ്ങൾക്ക് തക്കതായ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട വകുപ്പുകൾ ലഭ്യമാക്കണമെന്ന് വീടുകൾ സന്ദർശിച്ച ശേഷം മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് KT ഹസപ്പ ആവശ്യപ്പെട്ടു. ഇനി താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. അധികൃതർ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനാവശ്യമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടും മൊത്തത്തിൽ പുളിയന്തോടുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. 2 ദിവസമായി പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വിദ്യാജ്യോതി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. SSLC, +2, LSS, USS, NMMS തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഈ പിന്നോക്ക പ്രദേശങ്ങളൊക്കെ ഇപ്പം നല്ല മുന്നേറ്റത്തിന്റെ പാതയിലാണ്. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് കാലമായി അല്ലെങ്കിൽ 2 പതിറ്റാണ്ടോളമായി നമ്മുടെ ഈ പാലക്കാട് പോലുള്ള പിന്നോക്ക ജില്ലകൾ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. SSLC പരീക്ഷാ ഫലത്തിന്റെ കാര്യത്തിലും +2വിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകളിലൊക്കെ എന്തിന് ഇപ്പം നിങ്ങളുടെ സമ്മാനം കൊടുക്കുന്നത് LP 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് LSS. ആ LSSന്റെ റിസൾട്ടിന്റെ കാര്യത്തിലും UPയിലെ കുട്ടികൾ എഴുതുന്ന USSന്റെ റിസൾട്ടിന്റെ കാര്യത്തിലും 8ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന NMMS പരീക്ഷയുടെ കാര്യത്തിലും ഒക്കെ നമ്മുടെ ഈ പിന്നോക്ക ജില്ലകൾ പാലക്കാടും മലപ്പുറം ഒക്കെ ഇപ്പം നല്ല ഉണർവ്, നല്ല വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ സൂചനകൾ പ്രകടിപ്പിക്കുന്ന റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് വേണ്ട പിന്തുണ നൽകുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ജനകീയ ഭരണസമിതികളുടെ ചുമതല തന്നെയാണ്. സാധാരണ നമ്മൾ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനകീയ ആസൂത്രണം, പദ്ധതി ആവിഷ്കരണം, ഗ്രാമസഭകൾ ചേരുക, നമുക്ക് വേണ്ട റോഡുകളും പാലങ്ങളും കുടിവെള്ള പദ്ധതികളും കെട്ടിടങ്ങളും ഒക്കെ ആസൂത്രണം ചെയ്യുക, എന്നിട്ട് സമയബന്ധിതമായി അത് നടപ്പിലാക്കുക. അതാണ് ഒരു പഞ്ചായത്തിന്റെ പരമ്പരാഗതമായ ചുമതല. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീറ ബാനു, വൈസ് പ്രസിഡന്റ് NP രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PP അൻവർ സാദത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജിത നായർ പറമ്പിൽ, മുസ്ലിം ലീഗ് പ്രതിനിധി മരക്കാർ മാരായമംഗലം, CPIM പ്രതിനിധി സജിത്ത്, BJP പ്രതിനിധി രമേശൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങൾ PK മുഹമ്മദ് ഷാഫി, സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ എക്സൈസ് ഓഫീസിന് പുതിയ കെട്ടിടം കൊണ്ടുവരാൻ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നജീബ് കാന്തപുരം MLA. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ് എക്സൈസ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നത്. എക്സൈസ് ഓഫീസ് MLA സന്ദർശിച്ചു. ജൂലൈ 17 പെരിന്തൽമണ്ണയിൽ നടക്കുന്ന തൂഫാൻ മെഗാ മീറ്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് MLA എക്സൈസ് ഓഫീസ് സന്ദർശിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് എക്സൈസ് വകുപ്പിന്റെ പെരിന്തൽമണ്ണയിലെ സർക്കിൾ ഓഫീസും റേഞ്ച് ഓഫീസും പ്രവർത്തിക്കുന്നത്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് കെട്ടിടം. മഴ പെയ്താൽ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം ചോർന്നൊലിക്കും. ചോർച്ച കാരണം ഓടിട്ട കെട്ടിടത്തിന് മുകളിൽ ടാർപ്പായ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഏറെ പരിമിതമായ സൗകര്യങ്ങളിലാണ് എക്സൈസ് ഓഫീസിന്റെ പ്രവർത്തനം. പുറകിൽ ആകെയുള്ള സ്ഥലത്താണെങ്കിൽ തൊണ്ടി വാഹനങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ എക്സൈസ് കാര്യാലയത്തിലെ പോരായ്മകൾ നേരിട്ടറിയാൻ നജീബ് കാന്തപുരം MLA സർക്കാർ ഓഫീസും റേഞ്ച് ഓഫീസും സന്ദർശിച്ചു.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരണിക്കൽ ആനന്ദനും MLAയുടെ കൂടെയുണ്ടായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ M. യൂനുസ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിബുഡി, പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഫീഖ്, ഇന്റലിജൻസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K. രാമൻകുട്ടി എന്നിവർ എക്സൈസ് ഓഫീസിലെ അസൗകര്യങ്ങളും പ്രയാസങ്ങളും MLAയെ ധരിപ്പിച്ചു. പെരിന്തൽമണ്ണ എക്സൈസ് ഓഫീസിലെ കാര്യങ്ങൾ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന് ഒരു നല്ല ഓഫീസ് സാധ്യമാക്കുന്നതിന് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ഈ വിഷയം കൊണ്ടുവരും. അത് എത്രയും വേഗം അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തും. പ്രത്യേകിച്ചും വർഷങ്ങളായിട്ട് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഒരു കെട്ടിട സമുച്ചയത്തിലാണ് ഇപ്പോഴുള്ളത്. ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. മഴക്കാലത്തും അതുപോലെ തന്നെ എപ്പോഴും അപകടാവസ്ഥയുള്ള ഒരു സാഹചര്യമാണ്. അതൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമം ഈ ഗവൺമെന്റിന്റെ മുമ്പാകെ നമ്മളത് ഒരു വലിയ ആവശ്യമായി തന്നെ പെരിന്തൽമണ്ണയിലെ ഒരു വലിയ ആവശ്യമായിട്ട് തന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എക്സൈസ് ഓഫീസിന് പ്രവർത്തിക്കാൻ സൗകര്യത്തിൽ പുതിയ കെട്ടിടം വേണം. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ സൗകര്യപ്രദമായ വാടക കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം. ആവശ്യമായ വാഹനങ്ങളും അനുവദിക്കണം. ഇക്കാര്യത്തിൽ MLAയിൽ പ്രതീക്ഷയുണ്ടെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M. യൂനുസ് പറഞ്ഞു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് വളരെ ഭയങ്കരമായ സാഹചര്യമാണുള്ളത്. അതിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു റേഞ്ച് ഓഫീസറായിട്ട് സ്വന്തമായ ഒരു വാഹനം ഉണ്ടായിരുന്നില്ല. ഞാൻ സർക്കാർ വന്ന ശേഷം ഞാൻ സാറിനെ കാണുകയും സാർ അത് വളരെയേറെ നമ്മളെ അത് സീരിയസ് ആയി എടുക്കുകയും അദ്ദേഹം അത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ ഫലമായി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡ്രൈവർ പോസ്റ്റ് അന്വേഷിച്ചിരുന്നു. അത് സാറിന് സമഫലമായുള്ളതാണ്. തീർച്ചയായും സാറിനോട് ഞങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ പിന്തുണ ജീവനക്കാരും സാറിനോട് കടപ്പെട്ടിരിക്കും. സാറിനോട് പ്രത്യേകിച്ച് നന്ദി പറയാം. അതുപോലെ അദ്ദേഹം നമ്മുടെ ഓഫീസ് വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. അദ്ദേഹം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. സാറ് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാരണം ഞാൻ അടുത്ത പ്രാവശ്യം MLA ആയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു കെട്ടിടം ഞാൻ പണിഞ്ഞിരുന്നുള്ള അദ്ദേഹം വളരെ വാക്ക് എനിക്ക് തരുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ജയിച്ചു. നമ്മൾ വീണ്ടും MLA തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഞാൻ പോയി കണ്ടു. സാറ് തീർച്ചയായും നിങ്ങളുടെ ഓഫീസ് വന്ന് കാണുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നമ്മുടെ ഓഫീസ് വന്ന് വിസിറ്റ് ചെയ്യും. അതിന് പ്രാരംഭ നടപടികളെല്ലാം സ്വീകരിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായും അത് നടപ്പിലാക്കുന്നത് ഞങ്ങൾ ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞങ്ങൾ എക്സൈസ് വകുപ്പിൻ്റെ പേരിലും ഞങ്ങൾ പെരുന്തൽമണ്ണ എക്സൈസിൻ്റെ പേരിലും അദ്ദേഹത്തിന് വളരെയേറെ നന്ദി ഈ അവസരത്തെ രേഖപ്പെടുത്തുന്നു. ലഹരി വിപത്തിനെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ ജൂലൈ 17-ന് മെഗാ തൂഫാൻ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പെരിന്തൽമണ്ണയിൽ നേരിട്ടെത്തും. എക്സൈസ് വകുപ്പിനെയും പങ്കെടുപ്പിച്ചിട്ടുള്ള തൂഫാൻ മെഗാ മീറ്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് MLA എക്സൈസ് ഓഫീസ് സന്ദർശിച്ചത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ പങ്കെടുക്കുന്ന ആ മെഗാ ഇവന്റിന്റെ ഒരു പ്രവർത്തനം കൂടി വിലയിരുത്താൻ വേണ്ടി കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്നത്. ഏതായാലും പെരിന്തൽമണ്ണയിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നല്ല ഇനീഷ്യേറ്റീവിന് ഈ നാട് അവരുടെ ഒപ്പമുണ്ട് എന്ന ഒരു പിന്തുണ കൂടി അറിയിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ ഇതിലേക്ക് പങ്കാളികളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രിമിനൽസ് അടക്കമുള്ള ആളുകളുണ്ട്. സാക്ഷി പറയാൻ പോലും ഒരു ഘട്ടത്തിൽ ആളുകൾക്ക് ഭയപ്പാടേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറി വരികയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ ജാഗ്രത ശക്തിപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണപരമായിട്ടുള്ള കാര്യമായിട്ട് കാണുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് ഒരാടം പാലം വലിയ വീട്ടിൽപ്പടി റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ട് തുടങ്ങി. ഇതിനായി ഒരാടം പാലത്ത് പോലീസിന്റെ ദിശാ ബോർഡുകൾ സ്ഥാപിച്ചു. കോട്ടയ്ക്കൽ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് ഈ റോഡിലൂടെ പോകേണ്ടത്. പെരിന്തൽമണ്ണ മലപ്പുറം റോഡിനെയും അങ്ങാടിപ്പുറം കോട്ടയ്ക്കൽ റോഡിനെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച ഓരാടം പാലം വലിയ വീട്ടിൽപ്പടി റോഡ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി ഉദ്ഘാടനം ചെയ്തിരുന്നു. മഞ്ഞളാംകുഴി അലി MLAയുടെ 1 കോടി രൂപ ഫണ്ടും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ 65 ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മിച്ചതാണ് റോഡ്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിന് ഈ റോഡിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ടു തുടങ്ങി. കോട്ടയ്ക്കൽ വളാഞ്ചേരി ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങളാണ് ഈ റോഡ് വഴി പോകേണ്ടത്. വളാഞ്ചേരി കോട്ടയ്ക്കൽ ഭാഗങ്ങളിൽ നിന്നും മലപ്പുറം കോഴിക്കോട് മഞ്ചേരി ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ഈ റോഡ് തിരിച്ചും ഉപയോഗപ്പെടുത്തണം. വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ഓരാടം പാലത്ത് ദിശാസൂചന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങാടിപ്പുറം ജംഗ്ഷനിലൂടെ വാഹനങ്ങൾ പ്രവേശിക്കുന്നത് കുറയ്ക്കാൻ ഉദ്ദേശിച്ചാണ് ഈ ഗതാഗത സംവിധാനം നടപ്പാക്കിയത്. മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷം നടത്തി. മണ്ണാർക്കാട് റൂറൽ ബാങ്കിൽ നടത്തിയ ആഘോഷം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ M. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു.
ആഘോഷങ്ങളുടെ ഭാഗമായി ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം, സംഘം ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കുമായി ക്വിസ് മത്സരം, മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ എന്നിവ നടത്തി. സഹകാരികൾക്ക് രാഷ്ട്രീയം ഉണ്ടാകും, പക്ഷേ സഹകരണത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഉദ്ഘാടനം ചെയ്ത എം പുരുഷോത്തമൻ പറഞ്ഞു. പ്രിയപ്പെട്ട മുതിർന്ന സഹകാരികളുടെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നപ്പോൾ അവരെ ആദരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ മണ്ണാർക്കാട് സഹകരണ യൂണിയന് ചെയ്യാവുന്ന ഏറ്റവും ഔചിത്യപൂർണമായ ഒരു പരിപാടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർക്കിൾ സഹകരണ യൂണിയൻ അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സഹകരണത്തിൽ രാഷ്ട്രീയമില്ല. സഹകരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ സഹകാരികൾക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും, പക്ഷേ സഹകരണത്തിൽ രാഷ്ട്രീയമില്ല. ഇപ്പോൾ ഈ ബാനറുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങളൊക്കെ ഇത് കാണുന്നത് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പം അതിൽ ആ ബാനർ ഉണ്ടാക്കിയ ആളുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് ചെയ്ത് ഞങ്ങൾക്കൊന്ന് നോക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരാണോ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രാധാന്യവും അതുപോലെ തന്നെ പദവിയും അതുപോലെ തന്നെ നമ്മുടെ സഹകരണ മുഖ്യമന്ത്രിക്കും എല്ലാം അത് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതു രീതിയാണ്. അപ്പോൾ അതിനകത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ചർച്ച ചെയ്തു. അതൊക്കെ തന്നെ വരുന്ന ഇനി മേലിൽ അത്തരത്തിലുള്ള അപാകതകൾ ഇതല്ല, ഈ പല രീതിയിലും നമുക്കൊക്കെ ചിലപ്പോൾ പല സഹകാരികൾക്കിടയിൽ ആശയക്കുഴപ്പം വരാത്ത രൂപത്തിൽ നമ്മുടെ താലൂക്കിൽ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ മുതിർന്ന സഹകാരിമാരായ എൻ ദിവാകരൻ, എം ഉണ്ണി, സി അച്യുതൻ നായർ, ടി വി സെബാസ്റ്റ്യൻ, പി അഹമ്മദ് അഷ്റഫ്, കെ ശങ്കരനാരായണൻ, ബി കെ ചന്ദ്രശേഖര മേനോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. എം മനോജ്, പി കെ അബ്ദുൾ റഹ്മാൻ, പി അഹമ്മദ് അഷ്റഫ്, ജോയ് ജോസഫ്, ടി ജി രമേശ് നാവായത്ത് എന്നിവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 7-ന് സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടക്കും. വരുന്ന വർഷം വിപുലമായ കാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 7-ന് വൈകിട്ട് 7 മണിക്ക് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് ശ്രീകൃഷ്ണപുരം ശാഖാ മാനേജർ, റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജേഷ് പി നായർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വരുന്ന വർഷം വിപുലമായ കാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. കോട്ടപ്പുറം അന്ധവിദ്യാലയത്തിലെ കുട്ടികൾക്കും കടമ്പഴിപ്പുറം കാഴ്ചപരിമിതരുടെ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കുമുള്ള സാമ്പത്തിക സഹായം, അട്ടപ്പാടി ദയാശ്രയ പുനരധിവാസ കേന്ദ്രത്തിനുള്ള സഹായം, വിദ്യാലയങ്ങളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കൽ, മെഡിക്കൽ ക്യാമ്പുകൾ, വനിതകൾക്കുള്ള സ്വയം പ്രതിരോധ ക്ലാസുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തിക്കുന്ന മെന്റലി റിട്ടാർഡഡ് കേന്ദ്രമായ ബഡ്സ് സ്കൂളിൽ സഹായം കൊടുത്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ, അവരുടെ കണ്ണ് പരിശോധിക്കുന്നതിന് ചെർപ്പശ്ശേരിയിലെ സെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ ബഡ്സിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പ്രധാനമായും ചെയ്തിട്ടുള്ളത് സമൂഹത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന പലരെയും സഹായിക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അന്നപൂർണി എന്ന പേരിൽ. ശ്രീകൃഷ്ണപുരത്തെ പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ട 2 കുടുംബങ്ങളെ ദത്തെടുത്തു. അതിലൊരു കുടുംബം 2 പേരും, ഒരാൾ 80 വയസ്സോളം ആയിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നിട്ടുള്ള 25 വയസ്സുള്ള ഒരു യുവതിയും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബവും, മറ്റൊന്ന് അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കുടുംബവുമായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, ഈ കുട്ടിയെ പരിചരിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. അവർക്ക് എല്ലാ മാസവും, കഴിഞ്ഞ വർഷത്തിലെ എല്ലാ മാസവും ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ട 29 പേരെ എല്ലാം തെരഞ്ഞെടുത്തത് ഗ്രാമപഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് വിഭാഗമായിരുന്നു.
കഴിഞ്ഞ വർഷം 125-ലധികം ജനക്ഷേമ പരിപാടികൾ വിജയകരമായി സംഘടിപ്പിക്കാൻ ക്ലബിന് സാധിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കൃഷ്ണദാസ്, സെക്രട്ടറി മുരളീകൃഷ്ണൻ, ഖജാൻജി EV വിശ്വനാഥൻ, ഗവർണർ ഗ്രൂപ്പ് പ്രതിനിധി S മോഹനൻ, മുൻ പ്രസിഡന്റ് CN സത്യൻ എന്നിവർ പങ്കെടുത്തു. 2026 ജൂലൈ 4 ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ ഭാഗമായി വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ സഹകരണ പതാക ഉയർത്തി അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാങ്കിന്റെ ഡയറക്ടർ മൂസ പേങ്ങാട്ടരി പതാക ഉയർത്തിക്കൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര സഹകരണ സഖ്യം രൂപീകൃതമായതിനു ശേഷം 1923 മുതലാണ് അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു വരുന്നത്. സഹകരണ പ്രസ്ഥാനത്തിലൂടെ ലോകത്തിന്റെ സുസ്ഥിര വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിക്കുന്നത്. ഈ വർഷം ലോക സമാധാനത്തിനായുള്ള സഹകരണം എന്ന ലക്ഷ്യവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിക്കുന്നത്. ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളും സഹകാരികളും ജീവനക്കാരും ചേർന്ന് സഹകരണ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ബാങ്ക് സെക്രട്ടറി പി അഷ്റഫ് അലി, അസിസ്റ്റന്റ് സെക്രട്ടറി എ മുഹമ്മദ് മുസ്തഫ, ബ്രാഞ്ച് മാനേജർമാരായ കെ മുരളീധരൻ, കെ മുഹമ്മദ് അബ്ദുൽ മജീദ്, ജീവനക്കാർ, സഹകാരികൾ എന്നിവർ സംബന്ധിച്ചു. സഹകരണ പ്രസ്ഥാനത്തിന്റെ നേട്ടങ്ങളും സംഭാവനകളെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ജൂലൈ ആദ്യത്തെ ശനിയാഴ്ച ഈ സഹകരണ ആഘോഷം നമ്മൾ നടത്തുന്നത്. സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ഉന്നമനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം നിലനിർത്തേണ്ടത് ഈ നാട്ടിലെ ആവശ്യമാണ്. നാട്ടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആ പ്രസ്ഥാനം എന്നും നിലകൊണ്ടിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. 1.5 പതിറ്റാണ്ടിലേറെയായി ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ വിശ്വസ്ത വസ്ത്രവ്യാപാര സ്ഥാപനമായി നിലകൊള്ളുന്ന കനിഹ വെഡ്ഡിംഗ് സെന്റർ തങ്ങളുടെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് ആകർഷകമായ ആനിവേഴ്സറി ഓഫറുകൾ പ്രഖ്യാപിച്ചു. ജൂലൈ 4 മുതൽ 10 വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വസ്ത്രങ്ങൾക്കും 10% ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് ആനിവേഴ്സറി ഓഫറിന് തുടക്കമായത്. മുതൽ സ്ഥാപിതമായി 16 വർഷത്തോളം വസ്ത്രവ്യാപാര മേഖലയിൽ ഒറ്റപ്പാലത്തിന്റെ മുഖമുദ്രയായി മാറിയ കനിഹ വെഡ്ഡിംഗ് സെന്ററാണ് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ഓഫറുകൾ അവതരിപ്പിച്ചത്. ജൂലൈ 4 മുതൽ 10 വരെ കനിഹയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ തുണിത്തരങ്ങൾക്കും 10% ഡിസ്കൗണ്ട് നൽകുന്നതാണ് ആനിവേഴ്സറി ഓഫർ. ഉപഭോക്താക്കൾക്കായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓഫർ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വ്യാപാര വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. 16ാം വർഷത്തിലേക്ക് കഴിഞ്ഞ് 17ാം വർഷത്തിലേക്ക് കനിക ചുവടുവെക്കുമ്പോൾ അവരുടെ ഉപഭോക്താക്കൾക്ക് എല്ലാ ബില്ലിനും 10% ഡിസ്കൗണ്ട് എന്നറിയാൻ കഴിഞ്ഞതിൽ എല്ലാ രീതിയിലുമുള്ള അഭിനന്ദനങ്ങൾ കനിക വെഡ്ഡിംഗ് സെന്ററിനെ അറിയിക്കുകയാണ്. തുടർന്ന് കേക്ക് കട്ട് ചെയ്തു. മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് കനിഹ സമ്മാനിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറഞ്ഞു. ഉത്തരോത്തരം ഉയർന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് പറഞ്ഞുകൂടി എല്ലാം നന്നായി വരട്ടെ. കനിഹ പാർട്ട്ണർ വി മുസ്തഫ, വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ, മറ്റ് സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു. നാളിതുവരെ സഹകരിച്ച എല്ലാ ഉപഭോക്താക്കൾക്കും നന്ദിയുണ്ടെന്ന് കനിഹ മാനേജർ കെ മാങ്കുർശി പറഞ്ഞു. ഓണത്തിന്റെ മുന്നോടിയായിട്ട് ചെറിയൊരു ഓഫർ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതും. നമ്മൾ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഈ സാഹചര്യത്തിൽ ഒരു നന്ദി ആദ്യം അറിയിക്കുകയാണ്.
മറ്റു വാർത്തകൾ. ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് ഇനി വേഗത്തിൽ പരിഹാരം. ചെറുപ്പളശ്ശേരി ഹെൽത്ത് പോയിന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ സി സോമനാഥന്റെ സേവനം നാളെ മുതൽ ആരംഭിക്കും. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ 13-ൽ പരം സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് ചെറുപ്പളശ്ശേരിയുടെ ആരോഗ്യ മേഖലയിൽ വിശ്വാസ്യത കൈവരിച്ച ഹെൽത്ത് പോയിന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലാണ് പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ സി സോമനാഥൻ ചാർജ് എടുക്കുന്നത്. EMS ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയോളജിസ്റ്റും കാർഡിയോളജി വിഭാഗം മേധാവിയുമായ ഡോക്ടർ സി സോമനാഥൻ ജൂലൈ 5 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ഹെൽത്ത് പോയിന്റിൽ രോഗികളെ പരിശോധിക്കും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, നെഞ്ചുവേദന, ശ്വാസതടസ്സം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഇനി ഹെൽത്ത് പോയിന്റിൽ ലഭ്യമാകും. തുടർന്ന് എല്ലാ ഞായറാഴ്ചകളിലും കാർഡിയോളജി സേവനം ഹെൽത്ത് പോയിന്റിൽ ലഭ്യമായിരിക്കും. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും 8848177798 എന്ന നമ്പറിലോ ചെറുപ്പളശ്ശേരി പട്ടാമ്പി റോഡിൽ മാമാട്ടി ടെക്സ്റ്റൈൽസിന് എതിർവശത്തായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് പോയിന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കായി ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മെഗാ ജോബ് ഫെയർ നടത്തി. പ്രമുഖ കമ്പനികളെ ഉൾപ്പെടുത്തി നടത്തിയ ജോബ് ഫെയറിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു. എനിക്ക് പ്രതീക്ഷ ഉണ്ട്, 2-3 ഇന്റർവ്യൂസിൽ പാസ്സാവുന്ന പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ കോളേജിൽ കാരണം കൊണ്ട് നമുക്കൊരു ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ടീച്ചേഴ്സിനും ഞങ്ങൾക്കൊരു നല്ല അവസരമായിട്ട് വിചാരിക്കുന്നു. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സഹകരണമായിരുന്നു, എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പായിരുന്നു. എന്നാലും ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു, നമുക്ക് ഏത് ഇതിലാണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പഠനം കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലുറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറുപ്പളശ്ശേരി കാറൽമണ്ണ CCST കോളേജ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. ഫ്ലിപ്കാർട്ട്, ഫോക്സ്കോൺ, ബ്ലിങ്കിറ്റ്, യമഹ, അപ്പോളോ ടയേഴ്സ്, ശ്രീറാം ഫിനാൻസ്, അശോക് ലെയ്ലാൻഡ് തുടങ്ങിയ 40ഓളം പ്രമുഖ കമ്പനികൾ പങ്കെടുത്ത മെഗാ ജോബ് ഫെയറിൽ കോളേജിനകത്തും പുറത്തും നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. +2, ഡിപ്ലോമ, ITI, ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ജോബ് ഫെയറിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. നമ്മുടെ ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി CCST കോളേജിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഒന്നാണ് ഈ ജോബ് ഫെയർ. ഏതാണ്ട് ഒരു 36ഓളം പ്രഗത്ഭരായ കമ്പനികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കോളേജിലെ വിദ്യാർത്ഥികളും പുറത്തുള്ള വിദ്യാർത്ഥികളും അടക്കം തരക്കേടില്ലാത്ത ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ചില കമ്പനികൾ, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് പോലുള്ള ചില കമ്പനികളൊക്കെ അബ്രോഡ് പോകാനുള്ള അവസരങ്ങൾ വരെ ഇതിൽ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലിപ്പോൾ തൊഴിലവസരങ്ങളൊക്കെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യത്തിൽ കുട്ടികളൊക്കെ പുറത്തേക്ക് പോകാണല്ലോ, വിദേശത്തേക്ക് പോവുകയാണെന്നുള്ളൊരു പരാതി എല്ലാവർക്കും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ നാട്ടിൽ തന്നെ കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്കും തൊഴിലന്വേഷകർക്കൊക്കെ വളരെ വലിയൊരു അവസരമായിട്ടാണ് ഈ ജോബ് ഫെയറിനെ ഞങ്ങൾ കാണുന്നത്. ഭീമനാട് നാട്ടുകൽ റോഡിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിട്ട ചാലിൽ ടിപ്പർ ലോറി കുടുങ്ങി. എതിരെ വന്ന വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടെ ലോറിയുടെ ചക്രം ചാലിൽ താഴുകയായിരുന്നു. വാഹനം സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിലെ യാത്രാ ദുരിതം. ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ താലൂക്ക് സമിതിയിൽ വിമർശനം. കരാറുകാർക്കെതിരെ നിയമ നടപടി വേണമെന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും അംഗങ്ങൾ. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പ്രശ്നം വീണ്ടും സർക്കാരിനെ സമീപിക്കാൻ കൗൺസിലിൽ തീരുമാനം. 3 വർഷത്തിനു മുമ്പുള്ള കുടിശ്ശിക ഒഴിവാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും.
കൊപ്പത്ത് ക്ഷേത്രത്തിലും വീടുകളിലും നടന്ന മോഷണം 6 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് 19-നും 22-നും ഇടയിലുള്ള സുഹൃത്തുക്കൾ. കുമരമ്പത്തൂർ പഞ്ചായത്തിൽ വാട്ടർ മീറ്റർ റീഡർമാരുടെ നിയമനത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ തർക്കം. നിലവിലുണ്ടായിരുന്നവരെ പിരിച്ചുവിട്ടത് നിയമവിരുദ്ധമെന്ന UDF, ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് LDF. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉണ്ടായത് പൊളിറ്റിക്കൽ സുനാമി എന്ന മന്ത്രി N. ഷംസുദ്ദീൻ. പാർട്ടി നേതൃത്വത്തിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ സ്വന്തം അണികൾ നൽകിയ മറുപടിയാണ് ഇതിനേറ്റ തിരിച്ചടിയെന്നും മന്ത്രി. വീട്ടുവളപ്പിൽ നിന്നും മുറിച്ചുകൊണ്ടുപോയ ചന്ദനമരത്തിന് പണം ലഭിച്ചില്ലെന്ന അട്ടപ്പാടിയിലെ കർഷകന്റെ പരാതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഒമ്മല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PA സതീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.